ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉടൻ പുറത്തേക്ക് വിടണം എന്ന നിലയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി പുറത്തേക്ക് വരുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഹർജി വന്നിരുന്നു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു താൽക്കാലികമായി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുറത്ത് വിടേണ്ട റിപ്പോർട്ടാണ് അന്ന് തൽക്കാലം പുറത്തേക്ക് വിടേണ്ടതില്ല എന്ന് ഹൈക്കോടതി തീരുമാനിച്ചത്. പിന്നീട് ഇന്നിപ്പോൾ വിശദമായ രീതിയിൽ അത് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടാം എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്ത് വിടാമെന്ന് അറിയിച്ചിരിക്കുന്നു. 2017 സിനിമാ ലോകത്തെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതടക്കം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനൊരു പ്രതിവിധി തേടിക്കൊണ്ട് സമഗ്രമായൊരു പൊളിച്ചെടുത്തൽ തേടിക്കൊണ്ടാണ് 2017 ജസ്റ്റിസ് ഹേമ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത്. അതിനുശേഷം 5 വർഷത്തിനിപ്പുറമാണ് ഹേമ കമ്മീഷനിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കി അത് പുറത്തേക്ക് വിടണം എന്ന വിവരാവകാശ കമ്മീഷനിലൂടെ ഒരു ഉത്തരവ് പുറത്തേക്ക് വരുന്നത്. ആ സാഹചര്യത്തിൽ ആ ഉത്തരവ് പുറപ്പെടുവാനിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരാനിരിക്കുന്ന ആ ദിവസം തന്നെയാണ് ഇപ്പോൾ അന്ന് ഹർജി എത്തുന്നത്. നിർമ്മാതാവ് സജി നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ഉത്തരവെന്ന് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഹൈക്കോടതി ഇടപെടൽ അതേസമയം ഇന്നിപ്പോൾ ഉത്തരവ് പുറത്തുവിടാം എന്ന നിർദ്ദേശത്തിലേക്ക് പോയിരിക്കുന്ന ഹർജിക്കാരൻ ആരോപിച്ചത് ഒരുപാട് മൊഴികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയ വേളയിൽ ഒരുപാട് പേർ സിനിമാ ലോകത്തെ അസന്മാർഗീയമായ നീതികേട് ചൂണ്ടിക്കാട്ടുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഈ കമ്മീഷന് മുൻപാകെ എത്തിയിരുന്നു. ആ റിപ്പോർട്ടൊക്കെ തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്വകാര്യതയ്ക്ക് ഹാനികരമാണ് എന്നതടക്കമാണ് ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ നീങ്ങുന്നു, പുറത്തേക്ക് വിടാം. കോടതി എന്താണിപ്പോൾ മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ അനുബന്ധമായി പറഞ്ഞിട്ടുണ്ടോ? പ്രജീഷ്, കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം ലഭ്യമായിട്ടില്ല. കോടതി ഇപ്പോൾ ആ ഹർജി തള്ളുന്നുവെന്ന് അറിയിച്ചിരിക്കുന്നു. അതായത് സ്വകാര്യതയുടെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സജിമോൻ പാറയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് വാദിച്ചുകൊണ്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കോടതി ഒരു കാര്യത്തിൽ കൂടി ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യക്തത ആവശ്യമായി വരികയും ചെയ്യും. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിറ്റിലെ ഇടക്കാല ഉത്തരവ് ഒരാഴ്ചത്തേക്ക് കൂടി കോടതി നീട്ടിയിട്ടുണ്ട്. അത് ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അത് ഇനി നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേയുടെ കാലാവധിയാണോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സജിമോൻ പാറയിലിന്റെ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ജസ്റ്റിസ് VG അരുൺ ഈ കേസിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിലടക്കം അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നത് ഇതിൽ സ്വകാര്യതയുടെ ലംഘനം ആരോപിക്കാൻ ഈ ഹർജിക്കാരൻ എങ്ങനെ കഴിയുമെന്നത് തന്നെയാണ്. അതായത് ഈ ഒരു ഹർജിക്കാരൻ പെട്ടെന്ന് വരുന്നു, ഹൈക്കോടതിയിലേക്ക് വരുന്നു, ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്, ഒരുപാട് പേരുടെ സ്വകാര്യത ലംഘിക്കപ്പെടും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ എന്ന വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കോടതിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നേരത്തെ തന്നെ ഈ കേസിന്റെ വാദത്തിനിടയിൽ കോടതി ഓരോ തവണയും ചോദിച്ചൊരു ചോദ്യമാണ്. ഈ വ്യക്തിക്ക് ഇത് ഒരു സ്വകാര്യതയുടെ ലംഘനം എന്ന വാദം എങ്ങനെ ഉന്നയിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് ആ വ്യക്തിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ആ ഹർജി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഹർജിയുടെ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് കോടതി മറ്റെന്തെങ്കിലും വ്യവസ്ഥകൾ അക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. നേരത്തെ തന്നെ വിവരാവകാശ കമ്മീഷൻ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോകരുത് എന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരുപാട് പേജുകളിലെ ചില വാക്കുകളും അതോടൊപ്പം തന്നെ ചില ഖണ്ഡികകളും അടക്കം മായ്ച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടാനാണ് വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പ് ആ റിപ്പോർട്ട് പുറത്തേക്ക് കൈമാറാനായിട്ട് ഒരു തീയതിയും സമയവും നിശ്ചയിച്ചിരുന്നു. അതിന് തൊട്ട് മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയും ഹൈക്കോടതി ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഇടക്കാല സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. ആ സ്റ്റേയുടെ കാര്യത്തിൽ, ആ ഹർജിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം വന്നിരിക്കുന്നു. ഹർജി ആ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതായത് ബിനിൽ പ്രതിസന്ധികളൊന്നുമില്ല എങ്കിൽ ഈ സർക്കാരിന്റെ, കാരണം മറ്റെന്തെങ്കിലും ഈ പറയുന്ന നിബന്ധനകളൊന്നുമില്ല എങ്കിൽ സർക്കാരിന് ഉടനെ അത് പുറത്തേക്ക് വിടാൻ കഴിയും എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതല്ല. ഇനി പൂർണ്ണ ഉത്തരവ് വരുമ്പോൾ മറ്റെന്തെങ്കിലും ഇത് തരത്തിൽ പുറത്തേക്ക് വിടാം, ഈ സമയമനുസരിച്ച് എന്തെങ്കിലും സമയക്രമമോ അങ്ങനെയൊന്നും ഉണ്ടാകാനിടയില്ലല്ലോ അല്ലേ?
അക്കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം, അതിന്റെ വിശദാംശം പുറത്തേക്ക് വരണം. അതിന് അല്പം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സജിമോൻ പാറയിലിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ആ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് ജസ്റ്റിസ് വി ജി അരുൺ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തിക്ക് ഒരു സ്വകാര്യതയുടെ ലംഘനം ആരോപിച്ചു വരികയാണ്. അത് ഒരുപാട് പേരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ഒരു വ്യക്തി വന്ന കോടതിയിൽ പറയുകയാണ്. അതാണ് കോടതി ഇവിടെ തള്ളിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്നത്. കാരണം ഇത് പൊതു താല്പര്യമുള്ള ഒരു വിഷയമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് നിയമിച്ച ഒരു കമ്മീഷനാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതിന്റെ വസ്തുത എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്കുണ്ട്. കാരണം അവരുടെ പണം ഉപയോഗിച്ച്, അവരുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെയാണ് സർക്കാർ ഈ കമ്മിറ്റിയെ രൂപീകരിക്കുകയും അതിന്റെ ചെലവുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം അതൊരു പൗരന്റെ അറിയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അത് മറ്റൊരാളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതുമാകരുത്. അതുകൊണ്ടാണ് ആ വിവരാവകാശ കമ്മീഷൻ ആ സ്വകാര്യ വിവരങ്ങൾ മറച്ചുവെച്ച് അതിന്റെ മറ്റ് പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ഒരു സംശയം എന്നത് ഇതേതെങ്കിലും തരത്തിൽ പല മൊഴികളും ആർക്കെങ്കിലും എതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് നടപടികൾ വരുമെന്നതാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മൊഴിയുടെ ഭാവത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തുടർ നടപടികൾ എടുക്കാനുള്ള നിയമപരമായ ബാധ്യത സർക്കാരിനുണ്ട്. ആ ബാധ്യത സർക്കാർ നിറവേറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മൊഴികളുണ്ടോ എന്നതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അതിൽ എന്തായാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ പ്രതിസന്ധികൾ ഒന്നുമില്ല സർക്കാരിന് മുന്നിൽ. ഇനി ഇത് അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക. സിനിമയിൽ ഉണ്ടായിട്ടുള്ള ലിംഗനീതി സംബന്ധിച്ചും ലിംഗവിവേചനങ്ങളടക്കം ഉള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് ജനസമക്ഷത്തിലേക്ക് വയ്ക്കപ്പെടും തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അഡ്വക്കേറ്റ് ടി ബി മിനി അതിഥിയായി ചേരുന്നുണ്ട്. ഒപ്പം ബിനു കിരിയത്ത് തിരക്കഥാകൃത്ത്, രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ തുടങ്ങിയവരാണ് ഈ നിമിഷം അതിഥികളായുള്ളത്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഹൈക്കോടതി ഉത്തരവിനെ താങ്കൾ എത്രത്തോളം നിർഭരമായ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്? കാരണം ഒരു സമഗ്രമായ ഒരു പൊളിച്ചെഴുത്തിന് വഴിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് 5 വർഷം അതിൽ അടയിരുന്നത്. അതിപ്പോൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പോലും പ്രതിസന്ധി സൃഷ്ടിച്ച് ഒരു ഹർജിയുടെ രൂപത്തിലെത്തുകയായിരുന്നു. എന്താണ് അങ്ങ് കാണുന്ന പ്രതീക്ഷ? പ്രതീക്ഷയുടെ വിഷയമല്ല ഇതിൽ. നേരത്തെ ബിനിൽ പറഞ്ഞ പോലെ നമ്മൾ സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് സിനിമാ മേഖലയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു കമ്മിറ്റീനെ നിയോഗിച്ച് ആ കമ്മിറ്റി തീർച്ചയായിട്ടും റിപ്പോർട്ട് പറയുന്ന സമയത്ത് അത് പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് അതിൽ 100% ശരിയാണ്. അപ്പോൾ കോടതി അതിൽ വളരെ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് എനിക്ക് അറിയണത്. ഞാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടില്ല. 2 കാര്യം അന്നേ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇയാൾക്ക് എന്താണ് അവകാശം, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ, ഇയാളിത് എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ, ഇദ്ദേഹം ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ലാതെ ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാൾ വന്നിട്ട് മറ്റ് ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുക്കുന്നു. നമ്മൾ ഈ ഹർജിയിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും അല്ലാത്ത ആളുകളും വർക്ക് ചെയ്യുന്ന മേഖലയിൽ അവരുടെ സുരക്ഷിതത്വവും അവരുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഉതകുന്ന ഒരു റിപ്പോർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടക്കുകയും സിനിമാ മേഖലയിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ഒരു ഗുണകരമായിട്ടുള്ള സംഭവം ഉണ്ടാവുകയും വേണം. ഞാൻ പറഞ്ഞ ഈ സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, കുളിക്കാൻ സ്ഥലമില്ല, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല ഈ ഓരോ സെറ്റിലും. ഇതൊക്കെ കൃത്യമാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റു തൊഴിലാളികളുണ്ട്, സ്ത്രീകൾ മാത്രമല്ല മറ്റുള്ള തൊഴിലാളികളുമുണ്ട്. ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റോ സെക്ഷൽ അസൾട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ആ പരാതിക്കാർ കൃത്യമായിട്ടും പോലീസിലേക്ക് ഇൻഫോം ചെയ്യുകയും നടപടിയെടുക്കുകയും വ്യക്തിപരമായിട്ട് അത് ചെയ്യണം. അതൊരു പൊതു റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരണമെന്നില്ല. ഈ റിപ്പോർട്ടിൽ വന്ന് ഒരു മൊഴി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കേസെടുക്കണം എന്നില്ല. ആ പരാതി തുടർന്നും അവർ പ്രസ് ചെയ്യുകയോ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സർക്കാർ നടപടി എടുത്താൽ മതി. അവിടെ അഡ്വക്കേറ്റ് ടി ബി മിനി, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടോ ഇത്തരത്തിലുള്ള
മലീമസമായ സാഹചര്യങ്ങളെ പൂർണ്ണമായും അങ്ങ് ഇല്ലാതാകും പിറ്റേന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ചുവടുവയ്പ്പായിരുന്നു 2017 താങ്കൾക്കും അറിയാം. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് എല്ലാവരും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പോലെ എല്ലാവരും ഐക്യദാർഢ്യവുമായി വരുമ്പോൾ ഒരു ബാധ്യതയുള്ള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു റിപ്പോർട്ട് ഇങ്ങനെ തയ്യാറാക്കുന്നു. ആ തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിലെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജനസമക്ഷത്തേക്ക് എത്തുക അല്ലെങ്കിൽ അതിന് പിൻപറ്റിയുള്ള നടപടികൾക്ക് വിധേയമാക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടൊരു പ്രയോറിറ്റി സർക്കാരിന്മേൽ ഉണ്ടായിരുന്നത്. അതിൽ 5 വർഷം വേണ്ടി വന്നു. അത് ഇഴഞ്ഞു നീങ്ങി അത് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ശുഭസൂചകം എന്ന നിലയിൽ പോലും ഒരു വിപ്ലവാത്മകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു പൊരുതേണ്ടി വന്നു. വിവരാകാശ ഓഫീസിൻ്റെ പടി കയറേണ്ടി വന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സർക്കാരിന് ഇതൊരു ആത്മാർത്ഥതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെന്താണ് ഇനി ചെയ്യേണ്ടത്? എന്താണ് താങ്കൾ പറഞ്ഞതുപോലെ ഫോളോ അപ്പ് വേണം. നേരത്തെ വന്ന ഹിയർസേ അല്ലെങ്കിൽ അതൊന്നും അല്ലാതെ ഇതിൽ വളരെ മുറിവേൽപ്പിച്ച തലങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് വേണം. അത് കൈകഴുകി മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. നിയമപരമായി സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾക്കറിയില്ല. പറഞ്ഞിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തു വരണം. ശരിക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സെറ്റിലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു നിയമനിർമ്മാണം നടത്തണം. നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾക്ക് പൊരുതാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ വെള്ളത്തിൽ വരയ്ക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള ഈക്വാലിറ്റി, അവരുടെ ജെൻഡർ ജസ്റ്റിസ്, അവരുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ അവകാശങ്ങൾ, മിനിമം വേജസ് ഉണ്ട്, ഈ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സംവിധാനം. കുറച്ചുകൂടി കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും വിവരങ്ങളായി വരുന്നുണ്ട്. ബിനിൽ എന്താണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? പ്രജീഷ്, ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. അതായത് ഈ വിവരാവകാശ കമ്മീഷൻ നേരത്തെ സർക്കാർ നൽകിയിരുന്ന നിർദ്ദേശം കഴിഞ്ഞ മാസം 25-നകം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് ചെയ്യണമെന്നതായിരുന്നു. അതായത് വിവരാവകാശ കമ്മീഷനെ അറിയിക്കണമെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 25 എന്ന തീയതി നേരത്തെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഇതിൽ അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിന് ഒരാഴ്ചത്തെ സമയമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ 25 എന്ന സമയത്ത് പരിധിക്കകം ഇത് പുറത്തുവിടുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഒരാഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. അതായത് ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി സർക്കാർ. അതിനുള്ള സമയവും കൂടി സർക്കാരിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നു. നേരത്തെ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം 25 കഴിഞ്ഞ മാസം 25-ന് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതായിരുന്നു. അത് ഹൈക്കോടതിയിൽ കേസ് വന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ഈ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരാഴ്ചക്കകം ആ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ടുള്ള സമയവും സർക്കാരിന് നൽകിയിരിക്കുന്നു എന്നതാണ് ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ശരി, അതാണ് ബിനിൽ ചൂണ്ടിക്കാട്ടിയത്. എല്ലാവരും ഓർക്കേണ്ടത് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടണം. സർക്കാരിന് മുന്നിൽ മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ല. ഈ ഹർജി അപ്പാടെ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ശ്രീ വിനു കിരിയത്തും നമ്മോടൊപ്പം രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോഴത്തെ ഈ പ്രതിബന്ധം ഒഴിവാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഹൈക്കോടതിയുടെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ത് തീരുമാനിച്ചാലും നമ്മളതിനെ ബഹുമാനിക്കണം. പക്ഷെ നമ്മൾ ഇതിനോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെയും സ്വകാര്യത ലംഘിക്കപ്പെടരുത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ശ്രീ പ്രജീഷിനോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനോ എതിരെ ഈ റിപ്പോർട്ടിൽ ഒരു പരാമർശം ഉണ്ടെന്ന് കരുതുക. അങ്ങനെ കൊണ്ടതല്ല, അങ്ങനെ ഉണ്ടെന്ന് കരുതുക. നമ്മൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരാണ്. എന്റെ മറുപടി പോലും കേട്ടിട്ടില്ല. എനിക്കെതിരെ ഒരാളൊരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ മറുപടി എന്താണ്? നാച്ചുറൽ ജസ്റ്റിസ് എനിക്ക് ലംഘിക്കപ്പെടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് എനിക്ക് അറിയുക പോലും ഇല്ല. അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരുടെയും സ്വകാര്യത ലംഘിക്കപ്പെടരുത്. ഒറ്റ വരിയിൽ പറയാം, ഇരയുടെ പേര് പുറത്തു പറയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ആരോപിതന്റെ അല്ലെങ്കിൽ അലിഗേഷൻ ഉയർന്നവന്റെ പേരും കോടതി അതിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരെ പുറത്തുവിടരുത്. അതൊരു ഫെയർ ഡീലാണല്ലോ. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ, പരാതിയിൽ കോടതി കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പേര് പുറത്തു വിട്ടോട്ടെ. അതിനു മുമ്പ് ഒരാളുടെയും പേര് പുറത്തു വിടരുത്. അതാണ് മാന്യത, മര്യാദ. എത്രയോ വ്യാജ കേസ് നമ്മൾ കണ്ടു. ഉമർ ലുലുവിന്റെ കേസ് കണ്ടു. നമ്മുടെ പല പ്രമുഖ ആൾക്കാരുടെയും കേസ് കിട്ടും. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ പലരുടെയും വ്യാജ കേസുകൾ നമ്മൾ കണ്ടിട്ടും. അതുകൊണ്ട് സത്യം അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാർക്കും കുട്ടിയും കുടുംബവും ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവരുടെ മക്കൾ സ്കൂളിൽ പഠിക്കുക. ശ്രീ രാഹുൽ ഈശ്വർ,
ശ്രീ രാഹുൽ ഈശ്വർ, അതൊക്കെയുണ്ട് എങ്കിൽ കൂടിയും അതിന്റെ തരിമ്പ് പോലും പുറത്തേക്ക് വരാൻ അനുവദിക്കുന്നില്ല. ആ പ്രതിബന്ധം ഇത്രയും കാലം സർക്കാർ വളരെ ഈ ഉദ്ദേശശുദ്ധിയോടുകൂടി ഇപ്പോഴിതാ നമ്മുടെ ഈ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് നടത്തുമെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പൊതുപണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് തയ്യാറാക്കിയത്. അപ്പോൾ അതിന്റെ തരിമ്പ് പോലും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. അല്ലല്ല, ഒരു കാര്യം കൂടെ. ഇവിടെയാണ് ഞാൻ CPM വിരുദ്ധനാണെന്ന് എനിക്ക് അറിയാമല്ലോ. ഞാൻ ഇടത് സർക്കാരിനെ, ശ്രീ പിണറായി വിജയൻ സാറിനെ, CPMന്റെ സർക്കാരിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ആഗ്രഹിക്കുകയാണ്. കാര്യം ഇത് നല്ലൊരു ഹോട്ട് പൊട്ടറ്റോ ആണെന്ന് കണ്ടിട്ട് അവരൊരിക്കലും അത് ദുരുപയോഗം ചെയ്തില്ല. പകരം വളരെ പക്വതയോടും പാകതയോടും കൂടാണ് ഇടത് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സമീപിച്ചത്. രണ്ട്, ഇനിയാണെങ്കിൽ പോലും അവിടെയാണ് മിനി മാഡം പറയുന്ന കാര്യത്തോട് യോജിപ്പുള്ളത്. ഇതിന്റെ മേലിൽ നിയമനിർമ്മാണമാകണം. ഈ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻസ് വെളിയിൽ വിടണം. എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഉണ്ടാകേണ്ടത്? അവിടെയാണ് മിനി മാഡം, ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കമുള്ള പലരും വളരെ ശരിയായി പറയുന്നത് പോലെ ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. നമുക്കെല്ലാം അറിയാം. ഇല്ലെന്ന് പറയുന്നത് എന്താ കാര്യം? എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നുണ്ട്. അതിനെ തടയാനുള്ള മെക്കാനിസവും ഉറപ്പായിട്ട് വേണം. അപ്പൊ നിയമനിർമ്മാണം ആകണം, ഹെൽപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങളാകണം, ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ആകണം. അവരിലേക്ക് പെട്ടെന്ന് ഈ അതിജീവിത മാർക്കോ അല്ലെങ്കിൽ ദുരനുഭവം നേടുന്നവർക്ക് ആക്സസ് വേണം. തീർച്ചയായിട്ടും നിയമനിർമ്മാണം വേണം, അനുബന്ധ നടപടികൾ വേണം, ഇതിന് ശക്തമായ നിലപാടുകൾ കൊള്ളണം. എന്നാൽ ആരുടെയും സ്വകാര്യത, തീർച്ചയായും അതാണ്, ആരെയും സ്വകാര്യത ഹനിക്കപ്പെടാൻ പാടില്ല, അങ്ങനെ ഹനിക്കപ്പെടാനേ പാടില്ല. ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരുപാട് മുറിവേറ്റ മുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മുഖങ്ങൾക്ക് ഒരു തിരശ്ശീലയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മറവില്ലാതെ വന്ന് അവർക്ക് പറയാനുള്ള ഒരു വേദിയാണ്, അവർക്ക് വേദനയോടുകൂടി തുറന്നു പറയാൻ കഴിയുന്ന ഒരു വേദി ഉപയോഗിക്കപ്പെടുമ്പോൾ ആ വേദിയിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ നമ്മൾ അപലപിക്കേണ്ട ഒരു വസ്തുതയായി മാറുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. കാരണം അഞ്ജലി മേനോനുമായിട്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്ത് വന്നതിന് അല്ലെങ്കിൽ ഈ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസിലേക്ക് അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇതുവരെ 5 വർഷക്കാലം വേണ്ടി വന്നു, ഒരു വിവരാവകാശ ഓഫീസിന്റെ പടി വരെ കയറേണ്ടി വന്നു ഇതിലൊരു തുടർ നടപടി, ഒരു തുടർചലനം ഉണ്ടാകാൻ എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചൂസ് ചെയ്യേണ്ടത് ഇതായിരുന്നു. അത് 5 വർഷം നടന്നില്ല. ഞാൻ ഇപ്പോൾ മടങ്ങിയെത്താം. ടെലിഫോൺ ലൈനിൽ ഇർഷാദ് അലി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഇർഷാദ് അലി, ഇപ്പോൾ പ്രതിബന്ധം പൂർണ്ണമായും മാറിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തേക്ക് വിടാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ളിൽ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ തുടർ നടപടികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നല്ലതല്ലേ, അങ്ങനെ കമ്മീഷൻ വെച്ച് തന്നെ അത് പുറത്തേക്ക് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ കമ്മീഷൻ വെച്ചിട്ട് അത് പൂഴ്ത്തിവെക്കേണ്ട ഒന്നല്ലല്ലോ. എന്തിനാണ് അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചെങ്കിൽ അതതിന്റെ അവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തിരിച്ചു പുറത്തേക്ക് വിടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ ഇർഷാദ് അലി, നമുക്ക് അറിയുന്ന ഒരുപാട് അസമത്വങ്ങൾ ഉണ്ട്. അത് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു തരത്തിലും അതിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയില്ല. കാരണം ഈ അവസരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അസമത്വങ്ങൾ, ഈ ലിംഗവിവേചനം, കാസ്റ്റിംഗ് കൗച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോക്കിൽ സിനിമയുടെ സതുദ്ദേശപരമായ പോക്കിൽ ഈ റിപ്പോർട്ട് എത്രത്തോളം ആധാരമായിരിക്കുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞിടത്തോളം ഇത് പറയരുത് അല്ലെങ്കിൽ പുറത്തു വിടരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവിടെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. അങ്ങനെ അതൊഴിച്ച് ബാക്കിയെല്ലാം വിടുന്ന എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാലും ഒരു പൊതുരൂപം, ഒരു രത്നച്ചുരുക്കം സർക്കാരിനും ഈ ഇതാണ് അവസ്ഥ എന്ന് പൊതുസമൂഹത്തിനും ഏറെക്കുറെ ചിന്തിക്കാവുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. എന്തിനായിരുന്നു പിന്നെ ഒരു ഹേമ കമ്മീഷന്റെ ആവശ്യം? ശ്രീ ഇർഷാദ്, ഹലോ, ഇർഷാദ് ഇങ്ങനെ കമ്മീഷനെ വെക്കുന്നതിന്റെ പിന്നിലുള്ള അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ഇർഷാദ്, ഇതൊരു ആധാരശിലയായിട്ട് സർക്കാരിന് മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ ചില കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ഹനിക്കപ്പെടാൻ പാടില്ല, വ്യക്തി സ്വാതന്ത്ര്യമടക്കം ഹനിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ബാക്കി സർക്കാരിന് ചില ഓപ്ഷൻസ് എടുക്കാൻ കഴിയും, സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിലെന്താണ് താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും അങ്ങനെ ഓപ്ഷൻ എടുക്കാൻ സർക്കാരിന് സാധ്യത ഉണ്ടെങ്കിൽ എടുക്കണം തന്നെ ഞാൻ പറയാം. ശരി, വളരെയധികം നന്ദി ശ്രീ ഇർഷാദ് അലി, നടൻ, നമ്മോട് പ്രതികരിച്ചതിന്. അദ്ദേഹവും സൗദ്ദേശത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി,
ചലച്ചിത്ര പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരുപാട് ഫോളോ അപ്പ് നമ്മൾ ഈ റിപ്പോർട്ട് 2017 കമ്മീഷനെ നിയമിക്കും തൊട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. താങ്കളടക്കം വളരെ ഒരു സവിശേഷ സാഹചര്യം എന്നാണ് അതിനെ അന്ന് വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ ഒരുപാട് പ്രതിസന്ധി തലങ്ങൾ പിന്നിട്ട് കോടതിയുടെയൊക്കെ ഇടപെടൽ വേണ്ടി വരുന്നു. ഇത് പുറത്തേക്ക് വരുന്നതിന് ഒരു വാതിൽ തുറക്കാൻ എന്താണ് താങ്കളുടെ നിരീക്ഷണം? അല്ല, ഇത് ആദ്യം മുതൽ നമ്മൾ എല്ലാവരും തന്നെ വളരെയധികം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് സ്വാഭാവികമായും ഓരോരുത്തരും അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ ഇത് പറയുന്നത് എന്തിനാണ്? അവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവാനാണ്. അല്ലാതെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്നോ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ആർക്കെതിരെയും എന്തെങ്കിലും അതായത് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസാക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ തന്നെ അവര് ആരുടെയും പേര് പറയാതെയും പേരെഴുതാതെയുമാണ് ഈ റിപ്പോർട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം അവരാദ്യമേ അത് വന്ന് സംസാരിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരുടെയും പേര് പറയില്ല, നിങ്ങളുടെ പേരും പുറത്ത് പറയില്ല, നിങ്ങൾ ആരെ കുറിച്ചാണോ ആരോപിക്കുന്നത് അവരുടെ പേരും പുറത്ത് പറയില്ല. പക്ഷേ സിനിമയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അത് ലൈംഗികപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ യാത്രകളിൽ ഉള്ള സുരക്ഷിതമില്ലായ്മ, ഇതെല്ലാം പലതരത്തിലുള്ള വേർതിരിവ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു പ്രതിവിധി എന്നതാണ് അവിടെ ചെന്ന് സംസാരിച്ചവരെല്ലാം തന്നെ ആവശ്യപ്പെട്ടത്. അതുപോലും പുറത്തു വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു അനീതിയാണെന്ന് നോക്കൂ. അതായത് സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ പലതും നടക്കും, അതൊന്നും നിങ്ങൾ പുറത്തു പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാനിത് സ്റ്റേ കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ സ്റ്റേ എന്തിനാണ് ഇവരിത് ഭയപ്പെടുന്നത്? ഈ റിപ്പോർട്ട് ഇവർക്കപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവരിതിനെ ഭയപ്പെടുന്നത്. ആ ഭയം, ഈ പറയുന്ന കുറെ മാറ്റങ്ങൾ ഇവിടെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ കൂടി ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതിന്. ശ്രീ വിനു കിരീത്ത്, സിനിമയിലെ അസമത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വേള നമ്മളിത് ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സിനിമയെ ബന്ധപ്പെട്ട്. കാരണം 10-43 സിനിമകൾ തിരക്കഥ എഴുതിയ വ്യക്തിയാണ് താങ്കൾ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിൽ തൊട്ടുള്ള കാര്യങ്ങൾ, അസമത്വങ്ങൾ, പിന്നീട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അർത്ഥപൂർണ്ണമായി തന്നെ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇത് സിനിമയുടെ, കാരണം ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഹേമ കമ്മീഷന് മുമ്പാകെ സ്ത്രീകൾ കണ്ണീരോടുകൂടി അവരുടെ വേദനാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പേര് അവർ ആരുടെയും പേരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. കാരണം വ്യക്തിപരമായിട്ട് ഒരുപാട് നിബന്ധനകൾ കൂടി വെച്ചുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുമുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അസമത്വങ്ങളടക്കം വിവേചനങ്ങളടക്കം അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇതിലെ ചില അംശങ്ങളെങ്കിലും പുറത്തു വന്നാൽ മാറുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രതീക്ഷ, സ്ത്രീകളുടെ കണ്ണുനീരവിടെ നിൽക്കട്ടെ, കണ്ണുനീര് പുരുഷനും ഉണ്ട്. നമ്മുടെ വിഷയം ഇതല്ല. 2017 തൊട്ട് ഇപ്പൊ ഇത്രയും വർഷമാവുന്നു, അതിനകത്ത് 1.25 കോടി രൂപയോളം ചെലവായ പൈസ എന്റെയും കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഞങ്ങൾക്ക് ടാക്സ് പേയേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്റെയും കൂടെ പണം എടുത്തിട്ട് അത് പുറത്തു വരാതിരിക്കുന്നെങ്കിൽ അവിടെ സംശയത്തിന്റെ നിഴലിൽ നമ്മളെല്ലാരും നിൽക്കും. കാരണം ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാനും അതിനകത്ത് പെടുകയാണ്. സംശയത്തിന്റെ നിഴലിൽ ഇത് ആര് ഭയന്നിട്ടാണ് ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യം എന്തിനാണ്? ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിക്ക് സ്വകാര്യതയില്ല. അങ്ങനെയാണെങ്കിൽ സ്വകാര്യത എല്ലാവർക്കും ഉണ്ട്, ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും സ്വകാര്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണെന്നുള്ളതൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. എന്തിനാണ്? നോക്കൂ, ഈ കമ്മിറ്റിയില് പരാതി കൊടുത്ത കുട്ടികൾ എല്ലാരും വളരെ നല്ല പ്രാഗൽഭ്യം തെളിയിച്ചവർ. ആർക്കും ഇന്ന് സിനിമയില്ല. ഉള്ളൊഴുക്ക് എന്നൊരൊറ്റ സിനിമ മതി പാർവതി തിരുവോത്തിന്റെ അഭിനയത്തിന്റെ മികവറിയാൻ. പക്ഷെ ആ കുട്ടിക്ക് സിനിമയില്ലാതെ പലരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇത് ആരെ ബോധിപ്പിക്കാൻ, അല്ലെ ആരെ സൂചിപ്പിക്കാനാണ്? എത്രയോ ആയിരക്കണക്കിന് പുരുഷന്മാർ ഈ സിനിമയിലുണ്ട്. തിരിച്ചും ഇതെല്ലാം പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല. ഒരാഴ്ചക്ക് മുമ്പേ 2 ചെറുപ്പക്കാർ ജയിലിൽ കിടന്നു 19 ദിവസം. ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ട് പിന്നീടാണ് അറിയുന്നത് ആ കുട്ടി പരീക്ഷാ പേടി കൊണ്ട് പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ നേരത്തെ ഇവിടെ രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ആദ്യം സിനിമാ സംഘടനകൾക്ക് വിട്ടുകൊടുക്കൂ. ഇത്രയും പേരുടെ പേരുണ്ട്, ഇതെങ്ങനെ നമുക്കിത് ചെയ്യാം?
പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ ശരിയാണ്, നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് ഉന്നതർക്ക് വേണ്ടിയിട്ട് മാത്രം ആവരുത് ആ പാസ്റ്റ് ഈസ് ശ്രീ വിനു കിരീത്ത്, സിനിമാ സംഘടനകൾക്ക് വിട്ടുകൊടുത്താൽ എന്ത് പോസിറ്റീവ് തുടർച്ച ഉണ്ടാവുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? നോക്കൂ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഈ വിവരങ്ങൾ നമ്മൾ ഈ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഈ കഴിഞ്ഞ 1-1.5-2 മാസത്തിനകത്തായിട്ടുള്ളൂ. ചർച്ച ചെയ്യാൻ കാര്യം എന്താണ്? ഒരു വിവരാവകാശ കമ്മീഷൻ വേണ്ടി വന്നു. ആ കാര്യം അവിടുത്തെ സിനിമാ പുതുതായി അധികാരമേറ്റ അമ്മ ഭാരവാഹിയായിട്ടുള്ള സിദ്ദിഖിനോട് ചോദിക്കുമ്പോൾ എന്ത് ഗൗരവം, ചെകുത്താനെ അകത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ അനുബന്ധ ചോദ്യമായി ചോദിക്കുകയാണ്, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ അത് സംബന്ധിച്ച് എന്താണ് താങ്കളുടെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ തെക്ക് വടക്കാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ സിനിമാ സംഘടന, അത് ഫെഫ്കെ ആയാലും ഏത് സംഘടന എടുത്തു നോക്കിയാലും ഈ സംഘടനകൾ അവരോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് ഈ WCC അടക്കം അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തുറന്നു പറയുന്നുണ്ട്. ശ്രീ വിനു കിരീത്ത്, അതാണ് പ്രതീക്ഷ. ഞാൻ പറഞ്ഞത്, ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകൻ, എനിക്കിത് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഹേമ കമ്മിറ്റിയിൽ ആരുടെയൊക്കെ പേരുണ്ടെന്ന് അറിയാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. കാരണം ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അതാണ് നേരത്തെ ഒരു ചലച്ചിത്ര നടൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ അപ്കമിങ് ഒരു ആർട്ടിസ്റ്റ്, എന്നിട്ടും അദ്ദേഹം പറയാനുള്ള അദ്ദേഹത്തിന്റെ ആർജവം ഉണ്ടല്ലോ, ഞാൻ അതിനെയാണ് അംഗീകരിക്കുന്നത്. എനിക്കറിയാനുള്ള റൈറ്റ് ഉണ്ട്. എന്റെ പേരുണ്ടെങ്കിലോ, ഞാൻ കൂളായിട്ട് കേൾക്കണം, എന്റെ പേരുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ ധൈര്യം പറയുന്നത്. മടിയിൽ ക്ഷണമുള്ളതും പേടിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഒരുപാട് പേര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. അവരൊക്കെ ഇതിനു വേണ്ടി നോക്കുന്നത് 1-2 വർഷം, അതിനുശേഷം എത്ര ഇഷ്യൂ ഉണ്ടായോ പറയും. ഈ 2017 ശേഷം സിനിമയിൽ എന്തെല്ലാം പീഡന കേസുകൾ നമ്മുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് ലേറ്റ് ആവുന്നതോറും അത് വന്നത് കൊണ്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ശുദ്ധി കലശം ആവശ്യമാണ്. ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഒരു വ്യക്തിയോടും ഇല്ല. എന്റെ പേരുണ്ടെങ്കിൽ അതും പറയട്ടെ, ഞാൻ പറയുകയാണ്. ഇത് നോക്കൂ, ഇത് കുറെ പെൺകുട്ടികളുടെ ജീവിതം ഇപ്പൊ താറുമാറായില്ല, അവർക്ക് സിനിമയില്ല, അവരിത് പറഞ്ഞിട്ട് അതിൽ കൂടെ നിന്ന പലരും ബുദ്ധിയുള്ളവരും പിന്മാറുകയും ചെയ്തു. അതൊക്കെ നമ്മൾ ഇതിനകത്ത് കരുതിക്കുട്ടി കളിച്ച കളികളാണെങ്കിൽ നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം. ഞാൻ അതുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒരുപാട് പേരുടെ ജീവിതമല്ലേ, ഒരുപാട് പേരുടെ ചോറല്ലേ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പേരുടെ അന്നമാണ്. ഒരുപാട് പേര് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണം കൂടി ചെലവഴിക്കുന്ന ഒരു മേഖലയാണ്. അവിടുത്തെ അസമത്വങ്ങളെ തുടച്ചു നീക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങൾ ശ്രദ്ധിക്കുകയും അതിൽ നിലപാട് സ്വീകരിക്കുകയും നമ്മുടെ ഓരോരുത്തരും കൂടി ഉത്തരവാദിത്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, കാരണം താൻ അഭിപ്രായപ്പെട്ടതുപോലെ തൻ്റെ നിരീക്ഷണങ്ങൾ പോലുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സിനിമാ മേഖലയ്ക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് മുഖവിരയോടുകൂടിയാണ് ആ റിപ്പോർട്ടിന് ശേഷം ജസ്റ്റിസ് ഹേമ പറഞ്ഞത്. നമുക്കറിയാം 1 കോടി സംതിങ് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ റിപ്പോർട്ടിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ തുടർച്ച വേണം. ഇതൊരു റിപ്പോർട്ടായി മാത്രം തീരാൻ പാടില്ല. ചില കാര്യങ്ങൾ പോട്ടെ, നമുക്ക് സ്വകാര്യത, അങ്ങ് പറഞ്ഞതുപോലെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചെങ്കിലും ഇതാണ് അവസ്ഥ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്ത് വെറും ചർച്ച 1-2 ദിവസം ചാനൽ ചർച്ചകളിലൂടെ അവസാനിക്കുകയല്ല വേണ്ടത്. ആ 5 വർഷം അങ്ങനെയാണ് സംഭവിച്ചത്, ഗതികേട് കൊണ്ട്. അപ്പോൾ തുടർച്ചയിൽ താങ്കൾ കാണുന്ന പ്രതീക്ഷ എന്താണ്? അല്ല, പ്രജീഷ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഞാനൊരു പുരുഷവാദിയാണെന്ന് അറിയാമല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം മിനി മാഡം അടക്കം പറയുന്നതിൽ ചില മെറിറ്റ് ഉണ്ട്. നമ്മളത് കാണാതിരിക്കരുത്. പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട്. നമ്മൾ കണ്ണടച്ചിട്ടാക്കരുത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയിൽ തുടർ നടപടികൾ വേണം. ആർക്കെതിരെയുമുള്ള സ്വകാര്യത ലംഘിക്കരുത്. എന്നാൽ ഒരു കാര്യം കൂടെയാണ്, ഇതിൽ പേ സ്ട്രക്ചർ ഒക്കെ ഒരുപോലെ ആക്കണമെന്ന് പറയുന്നു. രാഹുൽ ഈശ്വറും നയൻതാരയും കൂടി ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു നിൽക്കട്ടെ. എനിക്ക് നയൻതാരയ്ക്ക് കിട്ടുന്ന റേറ്റ് കിട്ടണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ നടക്കൂ. നയൻതാരയുടെ ബ്രാൻഡ് വാല്യൂ വേറെയാണ്. നയൻതാര ലോകം അറിയുന്ന ഒരു നടിയാണ്. ഞാൻ തുടക്കക്കാരനാണ്. അപ്പം രാഹുൽ ഈശ്വർ നയൻതാരയുടെ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ നയൻതാരയ്ക്ക് കിട്ടുന്ന റേറ്റ് എനിക്കും കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് ബുദ്ധിമുട്ടാവും. ഇത് രാഹുൽ ഈശ്വർ പറഞ്ഞ വാദഗതിയല്ല, പുരോഗമനവാദി കൂടിയായ പൃഥ്വിരാജ് അടക്കമുള്ളവർ സൂചിപ്പിച്ചിട്ടുണ്ട്. സിനിമയിലെ ബ്രാൻഡ് വാല്യൂ എന്നൊരു കാര്യം, ബ്രാൻഡ് വാല്യൂ അനുസരിച്ചാണ് പലരുടെയും റേറ്റും മറ്റും തീരുമാനിക്കുന്നത്. ശരിയാണ്, എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഓവർ ഐഡിയലിസ്റ്റിക് ആയ ഉട്ടോപ്യൻ ഒരു റിപ്പോർട്ട് ആകരുത്. ഒരു കാര്യം കൂടെ, ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടല്ല, കമ്മിറ്റി റിപ്പോർട്ടാണ്. കമ്മീഷനെ പോലെ വിപുലമായ അധികാരങ്ങൾ പലപ്പോഴും കമ്മിറ്റികൾക്കില്ല. പക്ഷെ ഈ കമ്മിറ്റിയുടെ നല്ല സജഷൻസ് സ്വീകരിക്കണം. എക്സ്പ്ലോയിറ്റേഷൻ തടയണം, സെക്സ്പ്ലോയിറ്റേഷൻ തടയണം, ലൈംഗിക ചൂഷണം തടയണം, കഴിയുന്നത്ര ജസ്റ്റിസ് വേണം, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് വേണം. ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമാണ്. മിനി മാഡം റേസ് ചെയ്യുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി റേസ് ചെയ്യുന്നത്. ഇപ്പോൾ പാർവതി ചലച്ചിത്ര പ്രവർത്തകയും സിനിമാ നടിയായ പാർവതി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി പാർവതി, മാല പാർവതി ടെലിഫോൺ ലൈനുണ്ട്. മാല പാർവതി, ഇപ്പോൾ ഈ പ്രതിബന്ധങ്ങൾ തീർന്നിരിക്കുന്നു, ഹൈക്കോടതി ഇടപെടൽ വരുന്നു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ ആശ്വാസത്തോടെ, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് വിചാരിക്കുന്നു.
സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ് ഈ ഹേമ കമ്മിറ്റി വിഷയത്തിൽ അന്വേഷിക്കപ്പെട്ടത്. സ്ത്രീകൾക്ക് എന്താണ് ചലച്ചിത്ര മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ തൊഴിലിടങ്ങളിൽ നമ്മൾ നിത്യവും നേരിടുന്ന പ്രശ്നങ്ങൾ, ലൈംഗികത മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും സമഗ്രമായ ഒരു പഠനം, അതെങ്ങനെ മെച്ചപ്പെടുത്താം, അവിടെ കുറച്ചുകൂടെ സുരക്ഷിതമായി നല്ല രീതിയിൽ എങ്ങനെ ജോലി ചെയ്യാം എന്നുള്ളതായിരുന്നു അന്വേഷണം. അത് അതിന്റെ വ്യക്തികളുടെ പേര് പുറത്തുവിടാതെ അത് റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുന്നു. ആശ്വാസം കൊള്ളാം, ഇനി ഒരു പഠനമൊക്കെ വരും, നല്ല ചർച്ചയുണ്ടാവും, കുറെ കൂടെ കാര്യങ്ങൾ മെച്ചപ്പെടും എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ സജിമോൻ പാറയിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു പരാതി കൊടുത്തു. അപ്പോൾ അത് എന്താണ് ഗവൺമെന്റ് ഇപ്പോൾ കോടതി എന്ത് പറയും? അദ്ദേഹം പറയുന്നു അത് സ്വകാര്യതയുടെ പ്രശ്നമാണ്, അത് സ്ത്രീകളുടെ പൊതു താല്പര്യമല്ല എന്ന്. അപ്പോൾ അതിങ്ങനെ നമ്മളൊക്കെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് കോടതി പറയുന്നതെന്ന്. ആശ്വാസം, കോടതി വളരെ ജനാധിപത്യപരമായി സ്ത്രീകളുടെ വശത്ത് നിന്ന് ഒരു തീരുമാനം എടുത്തതിൽ വളരെ ആശ്വാസമുണ്ട്. ശരി, വളരെയധികം നന്ദി മാലാ പാർവതി പ്രതികരിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറഞ്ഞതുപോലെ തുടർച്ച എന്ന് പറയുമ്പോൾ ഇനിയും ഇത് ചർച്ചയാകണം, വേണ്ടി വന്നാൽ മറ്റ് സമിതികൾക്ക് രൂപം നൽകണം, അതിനുവേണ്ടി സിനിമാ സംഘടനകളുമായി കൈകോർക്കാം, നിയമവേദികളുമായി കൈകോർക്കാം, അങ്ങനെയൊക്കെയുള്ള തലങ്ങൾ എങ്ങനെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു? ഞാൻ രണ്ട് കാര്യങ്ങൾ വളരെ ബാലൻസ്ഡും സത്യസന്ധമായിട്ട് പറയാം. ഇപ്പം മാലാ പാർവതി ചേച്ചി അടക്കം പറഞ്ഞ കാര്യങ്ങൾ സ്വാഗതാർഹമാണ്. അതായത് പാർവതി ചേച്ചി ആകട്ടെ, ഭാഗ്യലക്ഷ്മി ചേച്ചി ആകട്ടെ, ഇവരൊക്കെ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകളുടെ സത്യസന്ധത നമുക്കറിയാം. കാര്യം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അടക്കമുള്ള സുഹൃത്തുക്കൾ സിനിമാ മേഖലയുള്ളവരല്ലേ, അവർ നേരിടുന്ന ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ, പലപ്പോഴും അവരെ ഹിറ്റ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ഇത് സത്യസന്ധമായി സംഭവിക്കുന്നുണ്ടെന്ന കാര്യം നമ്മുടെ മനസാക്ഷി തൊട്ട് നോക്കിയാൽ നമുക്കറിയാം. പക്ഷെ പേടി എവിടെയാണെന്ന് പറഞ്ഞു. ഒമർ ലുലുവിനെതിരെ ഒരു പരാതി വരും, അദ്ദേഹം ജാമ്യം എടുക്കേണ്ടി വരും. നമ്മുടെ വിജയബാബുവിനെതിരെ പരാതി വരും, പുള്ളി ജോർജിയക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടി വരും. അപ്പോൾ ഇവർക്കും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. ഇവരുടെ മക്കൾ സ്കൂളിൽ പോകുന്നതാണ്. ഇവരുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ അച്ഛൻ പീഡകനല്ലേ എന്ന് ചോദിക്കലിന്റെ വേദന ആ കുട്ടികൾ അനുഭവിച്ച് വളർന്നത്. പരസ്പര സംഭവത്തോടെ ആയിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയത്. അപ്പൊ ഏക റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, പുരുഷന്റെ സ്വകാര്യത ലംഘിക്കപ്പെടരുത്, ആരുടെയും പേര് വരരുത്. പക്ഷേ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ തടയാം? ഒരു പരാതി പരിഹാര കമ്മിറ്റിയാകാം, എല്ലായിടത്തും ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മകളാകാം, ഇവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് പോലുള്ള കാര്യങ്ങളാകാം, എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് ലൈൻ ആകാം. ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി ഞാനുമായിട്ട് ദൂരദർശനിൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ ചേച്ചിയോട് ശ്രീമതി ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി വളരെ നല്ല ആശയമായിട്ട് എനിക്ക് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരോട് സംസാരിച്ചു. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തു, ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു പരാതി പരിഹാര സെല്ലുണ്ട്, ഫോൺ വിളിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. പക്ഷെ അത് വ്യാപകമായി ആൾക്കാർക്ക് അറിയില്ല. ഒരുപാട് പേർ അങ്ങ് ശ്രീ പ്രജീഷ് ഞാനും അടക്കം നിൽക്കുന്ന മാധ്യമ മേഖലയിലേക്ക്, ജേർണലിസ്റ്റിലേക്ക്, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക്, ഞാനൊക്കെ ആങ്കർ ആയിട്ടാണ് തുടങ്ങിയത്, ആങ്കറിംഗ് മേഖലയിലേക്ക്, സിനിമയുടെ മായിക ലോകത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഭാവി സഹോദരിമാരും പെൺകുട്ടികളും സുഹൃത്തുക്കളും സേഫ് ആയിരിക്കണം, അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ടാകണം. അതോടൊപ്പം ചില ഗ്രേ ഏരിയാസ് ഉണ്ട്, ആ ഗ്രേ ഏരിയാസിൽ പെട്ടുപോകുന്ന പുരുഷന്മാരെ ഇല്ലാതാക്കരുത്. കാര്യം പുരുഷനെതിരെ ഇങ്ങനൊരു വ്യാജാരോപണം വന്നാൽ പോലും അവൻ ഫീൽഡ് ഔട്ട് ആകും, അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും, അവന്റെ കുടുംബത്തെ ബാധിക്കും, അവന്റെ വരുമാനത്തെ ബാധിക്കും. ഇവിടെയാണ് ഒരു ബാലൻസ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകസഭയിലൊക്കെ നമ്മളിത് പുരുഷ കമ്മീഷനെ കൊണ്ട്, അല്ലെങ്കിൽ പുരുഷ കമ്മീഷന് ആവശ്യം വേണമെന്ന് പറഞ്ഞവർ റേസ് ചെയ്യിപ്പിച്ചതുമാണ്. അതിജീവിതയുടെ പേര് നമ്മൾ ഒരു കാരണവശാലും വെളിയിൽ പറയുന്നത് 100% ശരിയാണ്. എന്നാൽ അതോടൊപ്പം ആരോപിതന്റെ പേരും അയാൾ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുന്നതുവരെ വെളിയിൽ പറയുന്നു. ഇത്രയേ ഉള്ളൂ. അതിജീവിതയുടെ പേര് വെളിയിൽ പറയുന്നത് ബഹുമാനിക്കണം, ആ പരാതി എങ്ങനെയാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്നാൽ അതോടൊപ്പം കുറ്റാരോപിതൻ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ വെളിയിൽ പറയണമെന്നുള്ളതാണ്. ഇല്ലാത്തവരുടെ വേദന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ശ്രീ വിജയബാബു അടക്കമുള്ള എന്റെ നല്ല സുഹൃത്തുക്കളാണ്. ശ്രീ വിജയബാബുവിന്റെയോ അല്ലെങ്കിൽ ശ്രീ ഉമർ ലുലുവിന്റെ അടക്കമുള്ള വേദനയും വിഷമവും നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഇവർക്കും ജീവിക്കണ്ടേ? അപ്പം ഞാൻ എന്നെ ഉദാഹരണം വെച്ച് പറയാം. ഞാനും ഒരു പെൺകുട്ടിയും കൂടെ ഞാൻ സിനിമാ മേഖലയിൽ നിൽക്കുന്നതാണ്. കൺസെന്റോട് കൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി. ഈ കുട്ടി 6 മാസത്തിന് ശേഷം എന്നോട് ഉടക്കിയപ്പം പറയുകയാണ്, ഈ രാഹുൽ ഈശ്വർ 6 മാസം മുമ്പ് എന്നെ പിടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജയിലിനകത്താണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. എന്റെ വീട്ടുകാരെന്നെ തള്ളി പറയുന്നു, നാട്ടുകാരും കൂട്ടുകാരും മീഡിയക്കാരും എന്നെ തള്ളി പറയുന്നു എന്ന അവസ്ഥയുണ്ടാകും. വ്യാജ മീറ്റുകൾ നമ്മൾ തടയണം. എന്നാൽ ശരിയായ മീറ്റുവിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് ശരിയായ മീറ്റുവിന്റെ അതിജീവിതകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇത് വളരെ ട്രിക്കിയായ ഒരു വിഷയമാണ്. തീർച്ചയായും രാഹുൽ ഈശ്വർ, അങ്ങനെയുള്ള കൺസേൺസും ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും വിശാല തലത്തിൽ, നിയമതലത്തിൽ കൂടി ചർച്ചയാകപ്പെടണം. ആ നിലയ്ക്കുള്ള പ്രാധാന്യമർഹിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് എന്തായാലും പുറത്തേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന് ചെറിയ ഇടവേളത്തെ എടുത്ത ശേഷം മറ്റ് അതിഥിയിലേക്ക്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു. ശ്രീ വിനു കിരീത്ത്, ഈ റിപ്പോർട്ട് അതിലെ ചില ഭാഗങ്ങൾ, അതായത് സ്വകാര്യത എന്ന അംശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ
അത് തൊഴിലിടം, സിനിമയിലെ തൊഴിലിടം സുരക്ഷിതമാകും എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങളിലേക്കുമൊക്കെ വഴിവെക്കുമോ? അധികം താമസിയാതെ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അവസാനമായി എന്റെ പ്രതീക്ഷ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ പോലും എത്രയോ പേരുടെ പീഡന കേസിലെ പ്രതികളുടെ ഡീറ്റെയിൽസോ അവന്റെ അഡ്രസ്സോ അവന്റെ ജാതകം വരെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് സ്വകാര്യതയില്ലേ? നോക്കൂ, സ്വകാര്യതയൊക്കെ ശരി തന്നെ. അപ്പൊ ഈ സ്വകാര്യതയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കരുത്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് സിനിമയ്ക്കുള്ളിലുള്ളവർക്കെങ്കിലും ഇതിന്റെ പിന്നിലുള്ളവരുടെ പേര് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളും ടാക്സ് അടയ്ക്കുന്നവരാണ്, ഞങ്ങൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ സംഘടനകൾക്ക് നൽകുന്നവരാണ്. അപ്പൊ പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ സ്ഫോടനാത്മകമായ രീതിയിൽ അങ്ങനെയെങ്കിൽ ആ ഒരു ക്ലോസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്നു എന്ന ഒരു ഉള്ളടക്കം കൂടിയാണ് താങ്കൾ ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും സംശയത്തിന്റെ നിഴലിലാവൂലേ? അത് ഇൻഡസ്ട്രിക്ക് മൊത്തം മോശമല്ലേ? കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ നമ്മളും കൂടെ നാറുന്നത്? ആരൊക്കെയാണ് കുറച്ചു പേരെന്നുള്ളത് വരട്ടെ, അറ്റ്ലീസ്റ്റ് സിനിമയ്ക്കുള്ളിലെങ്കിലും വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് ഇതിനൊരു പുതിയ മാനം കൊണ്ടുവരിക, സംഘടനകൾ തീരുമാനിക്കുക, പരാതി. പിന്നെ പുരുഷന്മാരെ മാത്രം, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അവസരം തരാം എന്ന് പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് അവസരം തന്നിരുന്നെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയുന്ന പോലെ, സുകുമാരൻ ഏതൊരു സിനിമയിൽ അമ്പടി കള്ളി ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ പ്രശ്നം എന്ന് പറഞ്ഞ പോലെ, കണ്ടില്ലെങ്കിൽ നോ പ്രോബ്ലം അല്ലേ? അത് പാടില്ല. തിരിച്ചുകൊണ്ട് കേട്ടോ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. 6 മാസം കഴിയുമ്പോൾ പിണങ്ങും. രാഹുൽ ഈശ്വർ പറഞ്ഞത് അപ്പൊ വിളിച്ചു പറയാതെ എന്നെ പീഡിപ്പിച്ചു. അതൊന്നും ശരിയായ നടപടിയുമല്ല കേട്ടോ. രണ്ടു കൂട്ടരുടെ അനുവാദത്തോടു ഒരുപാട് ഇത്തരം പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പിന്നീട് ഈ കാലതാമസം ആദ്യം എനിക്ക് തോന്നുന്നു നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. 5 കൊല്ലം മുമ്പേ എന്നെ പീഡിപ്പിച്ചു, 4 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 8 മാസം മുമ്പേ ഇപ്പൊ അതല്ല, പീഡനമാണെങ്കിൽ ആ നിമിഷം പറയണം. എന്തിനാണ് ഇത്രയും വർഷം ഒളിച്ചു വെച്ചത്? അതൊക്കെ നിയമങ്ങൾ കുറെ മാറ്റണം. അതും ഇതിനകത്ത് വളരെ അനിവാര്യമാണ്. കാരണം ഒരുപാട് പുരുഷന്മാരുടെ ജീവിതവും നമ്മൾ ഇതിനകത്ത് നോക്കണം കേട്ടോ. ഇപ്പൊ നേരത്തെ വിജയ് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം എത്രയോ സിനിമകൾ, നല്ല സിനിമകൾ എടുത്ത് അയാൾക്ക് അയാളുടെ ഫാമിലി ഒരു സെക്കൻഡ് മക്കൾ ഉൾപ്പെടെ ചിന്തിക്കില്ലേ, എന്റെ അച്ഛൻ വൃത്തികെട്ടവനാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് വൃത്തികെട്ടവനാണ് അല്ലേ? ആ വൃത്തികെട്ടിന് ഒരാൾ കൂട്ടു നിന്നിരുന്നു നേരത്തെ, അവരാണ് ഈ പരാതി കൊടുത്തത്. ഒന്ന് ആലോചിച്ചേക്ക്. അപ്പോൾ ഒന്നുകിലും ഒന്നും വൃത്തികേടല്ല എന്നൊരു ഡിസിഷനിലെത്തുക. ഇത് വളരെ മോശമാണ് കേട്ടോ. ഈ ലൈംഗികതയുടെ പേരിൽ പുരുഷനെ മാത്രം എക്കാലവും ഇതാക്കുന്നത് വളരെ സങ്കടം. എത്ര പേരുടെ ജീവിതം അങ്ങനെ പോയിട്ടുണ്ട് അല്ലേ? ഒരു സെക്കൻഡ് അവരുടെ കുടുംബം പോലും വിശ്വസിക്കുന്നു. കണ്ണീരുകൾ വാർത്തു, ഒരുപാട് കണ്ണീർ വാർത്തി ചൂഷണത്തിനിരയായ സാഹചര്യങ്ങളൊക്കെ തന്നെ തുറത്തു പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരിൽ ചാലിച്ച ഒരു റിപ്പോർട്ടാണ്. ആരുടെയും പേരൊന്നും പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ല, അതുണ്ട്. നോക്കൂ, അതാണ് പറഞ്ഞത്, ഇവിടെ പുരുഷൻ സ്ത്രീ എന്നുള്ളത് വിടൂ, ഇതുവരെ ഉള്ളതെല്ലാം പുറത്ത് വിടണമെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതിനകത്തുള്ളവരെ ഒന്ന് എന്തൊക്കെയാണ് എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അപ്പൊ ഈ പോയവര് ഇനി ഞങ്ങൾ ഇതിനൊന്നും എന്താണ് സർക്കാരാണ് ഈ പുറത്തേക്ക് വിടുമ്പോൾ എടുക്കേണ്ട തീരുമാനം. സർക്കാരിന്റെ മുന്നിലേക്കാണത് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഹൈക്കോടതി ആ പ്രതിബന്ധം ഒരു ഹർജിയുടെ രൂപത്തിൽ കൂടി ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വന്ന ആ പ്രതിബന്ധം നീങ്ങിയിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടണമെന്നാണ് ഹൈക്കോടതിയുടെയും നിലപാട്. ചർച്ചയിൽ പങ്കെടുത്ത വിനു കിരീയത്തിനും ഒപ്പം രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് മിനി, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേർ ടെലിഫോണിലും പ്രതികരിച്ചിട്ടുണ്ട്.